എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി വയറിനും നമ്മുടെ ശരീരത്തിനും എല്ലാം നല്ലതാണ്. അതുതന്നെയല്ല, ഈ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവർക്കും പുറത്തൊക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം. ഏകദേശം 1 മാസത്തോളം ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇഞ്ചിക്കറി എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാണെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ വാളംപുളി എന്നാണ് പറയുന്നത്, നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ വാളംപുളി കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതായിട്ടാണ്. മറ്റേതാകുമ്പോൾ പൊടിയായിട്ട് അരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചതച്ചെടുത്ത ഇഞ്ചി ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്കിട്ട് വറുത്ത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നവരിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കാതെ നോക്കണം. അടുക്കി പിടിച്ച് കരിഞ്ഞു പോകരുത്. ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ഏകദേശം ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ എണ്ണ വേണ്ട, എണ്ണ മാറ്റിയിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ബ്രൗൺ കളറായി വന്നിട്ട് ഇഞ്ചി ഇങ്ങനെ എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ആ എണ്ണ കളയണ്ട, എണ്ണ വേസ്റ്റായി പോകുന്നില്ല. ആ എണ്ണയിലേക്ക് നമുക്ക് നേരത്തെ ചിരകി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ആ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് എണ്ണ വേസ്റ്റായി പോകുന്നില്ല. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടിട്ട് പതിയെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഈ തേങ്ങയും നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ബ്രൗൺ കളറായി വന്നിരിക്കുന്ന തേങ്ങ നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ, അതായത് അതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ചേർക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബ്രൗൺ കളറാവട്ടെ കേട്ടോ. അപ്പോൾ ശരിക്കും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും ഇടണം. 2 സ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇത് കരിയരുത് കേട്ടോ. കരിയാതെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാനോ കരിയാനോ പാടില്ല. അപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടാറിയ നമ്മൾ തേങ്ങ നേരത്തെ വറുത്ത് വെച്ചേക്കണമല്ലോ, അത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ജാറിലിട്ട് അരച്ചെടുത്തത് എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ടോ, ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 2 സ്പൂൺ കേട്ടോ, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ഇത്തിരി കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചുവന്നുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിട്ട് മൂപ്പിച്ചെടുക്കാം. അത് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നവർ ഇങ്ങനെ ചൂടായി വരട്ടെ. അതിലേക്ക് 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടേക്കണത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 3 ഉണക്കമുളക്, വറ്റൽമുളക് എന്ന് പറയുമല്ലോ, അപ്പോൾ ഉണക്കമുളക് 3 ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. വെറുതെ കൈ കൊണ്ട് തന്നെ ഒടിച്ചിട്ടേക്കിനാണ്. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ വേപ്പില ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് ചുവന്നുള്ളി, പച്ചമുളക്, പിന്നെ വേപ്പില, പിന്നെ 3 വറ്റൽമുളക്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഇഞ്ചി ഇടുന്നുണ്ട്. അതായത് വറുത്ത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ച ഇഞ്ചി, പിന്നെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചേക്കണതില്ലേ, നമ്മൾ മസാലയൊക്കെ ഇട്ട് വറുത്തരച്ച് വെച്ചാണ്, അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ വാളംപുളി ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായല്ലോ, അത് പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് പറ്റി വേണം. അതായത് വാളംപുളി വെള്ളത്തിലിട്ടിട്ടാണല്ലോ നമ്മൾ എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാൻ പാടുള്ളൂ.
അധികം ഉപ്പാകരുത്. നിങ്ങൾ നോക്കുക, ഉപ്പ് നോക്കിയിട്ടൊക്കെ ഇടുക. ഇനി നമ്മൾ കുറച്ചിടാം, എന്നിട്ട് കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ച് ചേർക്കണം കേട്ടോ. ശർക്കരയും കൂടി ചേർത്ത് ഇങ്ങനെ ഇളക്കി വന്നിട്ട് നമ്മുടെ ഈ വാളമ്പുളിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാവും. നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് കാണാം എന്തായിരിക്കും, അതിൻ്റെ മണമൊക്കെ നോക്കിയാൽ നല്ല രുചികരമായിട്ടുള്ള ഇഞ്ചിക്കറിയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നമ്മളൊരു പാത്രത്തിലേക്ക് പകർന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇഞ്ചിക്കറി. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.